ന്യൂസിലാൻഡുമായിട്ടുള്ള ഈ T20 സീരീസിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ബാറ്റ് ചെയ്ത ഒരേ ഒരു ഇന്ത്യൻ ബാറ്റ്സ്മാനേ ഉള്ളൂ. ആ ബാറ്റ്സ്മാൻ്റെ പേരാണ് സഞ്ജു വി സാംസൺ. യെസ്, ബാക്കിയുള്ളവർ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് ബാറ്റ് ചെയ്തപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരേപോലെ ഒരേ രീതിയിൽ ഒരേ താളത്തിൽ ബാറ്റ് ചെയ്ത ഒരേ ഒരു ബാറ്റ്സ്മാനേ ഉള്ളൂ. അതാണ് സഞ്ജു സാംസൺ. അദ്ദേഹത്തിനെതിരെ വിമർശകരും പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന് കൺസിസ്റ്റൻസി ഇല്ലെന്നാണ്. ആ ഒരു പോരായ്മ അദ്ദേഹം ഈ 2 മാച്ചോടുകൂടി തിരുത്തിരിക്കുക. അതേപോലെ തന്നെ എതിർ ടീമിൻ്റെ ഫീൽഡ് പ്ലേസിങ്ങിനെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ ബാറ്റ് ചെയ്ത ഒരേ ഒരു ബാറ്റ്സ്മാനേ ഉള്ളൂ. ആദ്യത്തെ മാച്ചിൽ തന്നെ 2 4 അടിച്ചതിന് ശേഷം ഫ്ലിപ്പിലിരുന്ന ഫീൽഡറെ മിഡ് വിക്കറ്റിലോട്ട് മാറ്റിയപ്പോൾ അടുത്ത ബോളിൽ തന്നെ നെക്സ്റ്റ് ബോളിൽ തന്നെ ആ ഫീൽഡ് പ്ലേസിങ്ങിനെ ന്യൂസിലാൻഡ് ക്യാപ്റ്റൻ്റെ ആ ഫീൽഡ് പ്ലേസിങ്ങിനെ ചോദ്യം ചെയ്തുകൊണ്ട് ആ മിഡ് വിക്കറ്റ് ഫീൽഡർക്ക് നേരെ ബോൾ അടിച്ചു കൊടുത്ത ആളാണ് സഞ്ജു സാംസൺ. ആ ഒരു കറേജ് വേറെ ആർക്കും ഉണ്ടായിട്ടില്ല. സെക്കൻഡ് ഇന്നിങ്സിലായിക്കോട്ടെ, ഡീപ് സ്ക്വയറിൽ ഒരു ഫീൽഡർ നിൽക്കുമ്പോൾ 2ാമത്തെ ബോളിൽ അദ്ദേഹത്തിനെയും ടേക്ക് ഓൺ ചെയ്യുകയാണ്. എന്തിനങ്ങനെ ഒരു ഫീൽഡറെ അവിടെ നിർത്തി എന്ന് ന്യൂസിലാൻഡ് ക്യാപ്റ്റനെ കൊണ്ട് ചിന്തിക്കുന്ന വിധത്തിൽ ഒരു മനോഹരമായ സിക്സർ അദ്ദേഹം നേടി. അതുകൊണ്ടൊന്നും അദ്ദേഹം നിർത്തിയില്ല. 2 ഫീൽഡറുകൾ ഓൾറെഡി മിഡ് വിക്കറ്റിനെ ഫസ്റ്റ് T20 പരീക്ഷിച്ചു, ഡീപ് സ്ക്വയറിനെ പരീക്ഷിച്ചു. അതിനുശേഷം വീണ്ടും അദ്ദേഹം മിഡ് ഓണിനെയും കൂടി പരീക്ഷിച്ചതിന് ശേഷം മാത്രമാണ് കളം വിട്ടത്. അദ്ദേഹം ഇങ്ങനെ പരീക്ഷിക്കുമ്പോൾ ടീമിനാണ് ഇന്ത്യൻ ടീമിനാണ് അതിന് ഗുണമുണ്ടാകുന്നത്. കാരണം ആ ഫീൽഡർമാർ നിൽക്കുന്നിടത്തോട്ട് ബോൾ അടിച്ചു കൊടുക്കരുതെന്ന് ഒരു ശക്തമായൊരു മെസ്സേജാണ് അദ്ദേഹം ടീമിന് തന്നിട്ട് അദ്ദേഹം പോകുന്നത്. ഇത്രയും സെൽഫ്ലെസ് ആയിട്ടൊരു പ്ലെയറെ നമുക്കിവിടെ കിട്ടുമോ? നമുക്ക് എവിടെയെങ്കിലും കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. അതാണ് സഞ്ജു സാംസൺ. സോ പണ്ട് സഞ്ജു സാംസൺ ഇൻ്റർവ്യൂവിൽ പറഞ്ഞുകൊണ്ട് സംടൈംസ് യു ഹാവ് ടു ബി എ വില്ലൻ, സംടൈംസ് യു ഹാവ് ടു ബി എ ജോക്കർ. യെസ്, ഇത്രയും നാളും വില്ലനും ജോക്കറായിരുന്നത് BCCയുടെ സ്ക്രിപ്റ്റാണ്. ബട്ട് ഡിയർ സാംസൺ, ബീയിങ് ജോക്കർ നൗ ഈസ് യുവർ ചോയ്സ്, ഇറ്റ്സ് യുവർ ഷോട്ട് സെലക്ഷൻ. വണക്കം, സഞ്ജു മോഹൻലാൽ സാംസൺ.